കഴിഞ്ഞ ഓണത്തിന് പല പ്രത്യേകതകളും ഉണ്ടാവാം, പക്ഷേ പുതിയ ഓണങ്ങളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചെറുപ്പക്കാരനായിട്ടുള്ള ജനകീയ വ്യക്തിത്വമാണ്. എന്താണ് ഓണത്തെക്കുറിച്ച്? വളരെ സന്തോഷം. എൻ്റെ ആദ്യത്തെ വാചകം മലനാട് ചാനലിൻ്റെ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ അക്ഷരഭൂമികയ്ക്ക് 49 എപ്പിസോഡ് കഴിഞ്ഞ് 50-ലേക്ക് കടന്നിരിക്കുകയാണ്. ആദ്യമായി അതിൻ്റെ അഭിനന്ദനം അറിയിക്കാൻ ഞാൻ സമയം ഉപയോഗപ്പെടുത്തി. അതോടൊപ്പം തന്നെ പുതിയ ഓണത്തെ നിർവചിച്ച് പുനർവാന നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലൊരു പ്രതീകമാണ് ഇവിടെയുള്ള വയനാട്ടിലെ ഈ 50-ലധികം വരുന്ന എഴുത്തുകാരുടെ ഇന്നത്തെ ഈ തിരുവോണ ദിവസത്തെ ഈ സംഗമം എന്ന് ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഓണത്തിൻ്റെ മിത്തിലേക്കോ ചരിത്രത്തിലേക്കോ പ്രവേശിക്കുന്ന പകരം ഓണത്തിനൊരു വർത്തമാനകാല പ്രാധാന്യമുണ്ട്. അതാണ് മലനാട് പുതിയ ഒരു ചരിത്രം സൃഷ്ടിക്കുന്നത്. ഓണത്തെക്കുറിച്ചുള്ള പുതിയൊരു ചരിത്രമാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ തൊട്ടിപ്പുറത്ത് മോഹൻ ബാബു സാറുണ്ട്, അതിനപ്പുറത്ത് ബാവ സാറുണ്ട്, പിന്നെയുള്ളത് ജോയി സാറാണ്, പിന്നെയുള്ളത് ജോണി സാറാണ്, പിന്നെയുള്ളത് പ്രീത മേഡാണ്. ഇതിങ്ങനെ ഈ പേര് ഞാൻ പരാമർശിപ്പിക്കുമ്പോൾ തന്നെ ഒരു പുതിയ ഓണം, പുതിയൊരു ഓണത്തിൻ്റെ സന്ദേശം ഇവിടെ സൃഷ്ടിക്കുകയാണ്. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ചിരുത്തി സംഭാഷണം പറയാനും കുശലം പറയാനും ഭക്ഷണം കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഇങ്ങനെ ഒരുമിച്ചിരുത്തുന്ന ഒരു മനോഹര സന്ദേശം വർത്തമാനകാല ഓണം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ പറയാൻ കാരണം, നമ്മളൊക്കെ പുതിയ കാലത്ത് പലരും നെഗറ്റീവായി ഇതിനെ ഒരു ശുഭപ്രതീക്ഷയില്ലാതെ വിലയിരുത്തുന്നത് ഞാൻ കേട്ടു. എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു ശുഭപ്രതീക്ഷയുള്ള ആളാണ് ഈ വിഷയത്തിൽ. പുതിയ തലമുറയോട് ഓണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ തലമുറ പറയും, ഓണം എന്ന് പറയുന്നത് സുകുമാരേട്ടൻ്റെ വീട്ടിൽ ജോസഫ് ഏട്ടനും മുഹമ്മദുക്കയും ഇലയിൽ ഭക്ഷണം കഴിക്കുന്നതാണ് ഓണം. അവരെ സംബന്ധിച്ച് അതാണ് ഓണം. അല്ലെങ്കിൽ ഈ ദൃശ്യം, ഈ മലനാടിൻ്റെ എഴുത്തോണത്തിൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ തലമുറയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈ ദൃശ്യമാണ് അവിടെ കടന്നു വരുന്നത്. അവരോട് നാളെ ഓണം എന്താണെന്ന് ചോദിച്ചാൽ മോഹൻ ബാബു സാറും ബാവ സാറും ജോയ് സാറും ഒരുമിച്ചിരുന്ന് സംഭാഷണം നടത്തുന്ന ചടങ്ങാണ് ഓണം എന്ന് അവർ പറയും. ഇവിടെയാണ് ചരിത്രങ്ങളൊക്കെ വിസ്മൃതിയിൽ പോയി. ഇതൊരു ചരിത്രം, പക്ഷേ അത് നല്ലത് തന്നെയാണല്ലോ. അപ്പോൾ ഒരു ഓണം ഒരു വലിയ ജനാധിപത്യ ദൗത്യം, ഒരു മതനിരപേക്ഷതയുടെ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. ആ ദൗത്യം വിജയകരമായി നടക്കുന്നു എന്ന ഒരു ശുഭപ്രതീക്ഷയുള്ളൊരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നേരത്തെ അക്ഷരഭൂമികയെ അഭിനന്ദിച്ചതുപോലെ എഴുത്തുകാരൻ കൂടിയാണ് ഞാൻ, ജനപ്രതിനിധി എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അക്ഷരഭൂമികയ്ക്ക് അഭിനന്ദനം പറഞ്ഞതുപോലെ ഇവിടെ പങ്കെടുത്ത ആളുകൾക്ക് സ്നേഹം പറഞ്ഞതുപോലെ ഞങ്ങളെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും തിരുവോണാശംസകൾ നേരാൻ കൂടെ ഞാൻ ഈ സമയം എൻ്റെ വാക്കുകൾ സാന്ദർഭികമായി ഉപയോഗിക്കാം. താങ്ക് യു.